ഉളുപ്പുണിയിൽ നിന്ന് വന്ന് നമ്മൾ മുല്ലക്കാനം CSI ഈസ്റ്റ് കേരള മഹായിടവയുടെ CSI ക്രൈസ്റ്റ് ചർച്ചിൽ എത്തിയിരിക്കുകയാണ്. നല്ല മനോഹരമായ ആംബിയൻസിൽ ഒരു കൊച്ചു ദേവാലയം. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ അംഗൻവാടി. അംഗൻവാടി മാത്രമല്ല, ഇവിടെ പോളിംഗ് സ്റ്റേഷനോട് കൂടി കേട്ടോ. ഇവിടെ വോട്ടിംഗ് നടത്തുന്നത് ഈ കെട്ടിടത്തിൽ വെച്ചാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അംഗൻവാടിയിൽ നിന്ന് അവിടെ നേരെ ഇങ്ങ് വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ മുല്ലക്കാനം CSI ചർച്ച് കാണാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് തൊട്ടടുത്തായിട്ട് നമുക്ക് ഇവിടെ ശ്രീ മഹാദേവ അമ്പലമേട് എന്ന് പറഞ്ഞൊരു ക്ഷേത്രം നമുക്ക് കാണാം. ഹായ്, ടിജോയാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ ആർക്കോൺ ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന ഉറുമ്പുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരു അംഗൻവാടി ഉണ്ട്, അതുപോലെ ഇതിനടുത്തായിട്ട് മുല്ലക്കാനം CSI ചർച്ചുണ്ട്, അതുപോലെ ഇവിടെ ഡാം ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. വില്ലേജ് ബ്ലോഗ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, അതുപോലെ ഇന്ന് നമ്മുടെ ഇവിടെ വീഡിയോ ഉള്ളത് ഗോകുലാട്ടോ. ഗോകുല് നമ്മൾ മറ്റേ ഉളുപ്പുണി വീഡിയോയിലൊക്കെ ഗോകുല് സജീവമായിട്ട് നമ്മളിവിടെ ഉണ്ടായിരുന്നു. ഗോകുലെ, നമുക്ക് പോയേക്കാം. ഓക്കെ. ആദ്യം നമ്മൾ പോകുന്നത് ഡാം വ്യൂ പോയിന്റ് കാണാനാണ്. ധാരാളം ട്രിപ്പ് ജീപ്പുകളാണ് ഈ വ്യൂ പോയിന്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളും അങ്ങനെ കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്കൊക്കെ നല്ല പൊടി പാറുന്ന മണ്ണും കല്ലൊക്കെ നമുക്ക് കാണാവേ. ഇതെല്ലാം കട്ട ഓഫ് റോഡാണ്. കണ്ടോ, ജീപ്പിൻ്റെ ഒക്കെ ടയറിൻ്റെ പാട് വരെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഡാം വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് കുളമാവ് ഡാം കാണുന്ന വളരെ മനോഹരമായ ഒരു വ്യൂ പോയിന്റ്. ഇടുക്കി റിസർവോയറിന്റെ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. വലിയൊരു മല കാണാം. ഈ കാണുന്ന ഇടുക്കി ഡാമിന്റെ ഭാഗങ്ങളാണ്. ഈ താഴോട്ട് കാണുന്ന പ്രദേശമെല്ലാം ഇടുക്കി വനപ്രദേശമാണ്. ഇതിന്റെ തൊട്ടടുത്താണ് നമ്മുടെ കുളമാവ് ഡാമിന്റെ ഭാഗങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അവിടെ തുരുത്തൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുറേ ഈറ്റ പൂത്തിക്കുന്ന കാഴ്ച നമുക്ക് കാണാതെ. മഞ്ഞ കളറിൽ നിൽക്കുന്ന സാധനമാണ് ഈറ്റ. അത് പൂത്തിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ധാരാളം മുട്ടക്കുന്നുകളും മറ്റും കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും. പിന്നെ ഈ ഭാഗങ്ങളെല്ലാം ധാരാളം ഓഫ് റോഡ് ജീപ്പുകളൊക്കെ വന്ന് സഞ്ചാരികൾ കൊണ്ട് വരുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഇത്രയ്ക്ക് തെളിഞ്ഞു നിൽക്കുന്നത്. ഇവിടെ നോക്കി കഴിഞ്ഞാലേ നമുക്ക് വലിയൊരു മല കാണാവേ. മലയിൽ വലിയൊരു പാറയൊക്കെ നിൽക്കുന്നത് കാണാം. ഈ സ്ഥലം അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണേ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ ഉറുമ്പുള്ള എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്കൊരു അംഗൻവാടി കാണാവേ. ആർക്കോൺ ഗ്രാമപഞ്ചായത്തിലെ ഉറുമ്പുള്ള എന്ന് പറഞ്ഞൊരു വാർഡുണ്ട്. ആ വാർഡിൽ സ്ഥിതി ചെയ്യുന്ന അംഗൻവാടിയാണ് ഈ ഇരുനിലക്കടത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ അംഗൻവാടി. അംഗൻവാടി മാത്രമല്ല, ഇവിടെ പോളിംഗ് സ്റ്റേഷനോട് കൂടി കേട്ടോ. ഇവിടെ വോട്ടിംഗ് നടത്തുന്നത് ഈ കെട്ടിടത്തിൽ വെച്ചാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന വഴി ഉളുപ്പുണിയിൽ നിന്ന് കയറി വന്ന് കോട്ടമലയ്ക്ക് പോകുന്ന റോഡാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. കുറേ ഭാഗങ്ങളെല്ലാം ഓഫ് റോഡ്, പിന്നെ കുറച്ച് ഭാഗം കോൺക്രീറ്റ്, പിന്നെ ഓഫ് റോഡ്, അങ്ങനെ രീതിയിൽ ഇവിടുത്തെ റോഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അംഗൻവാടിയുടെ തൊട്ട് കയറുന്ന ഇവിടെ ഒരു വഴിവിളക്ക് ഉണ്ട്. സോളാറിൽ പ്രവർത്തിക്കുന്ന വഴിവിളക്ക് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് ധാരാളം മുട്ടക്കുന്നുകളും അതുപോലെ ഇവിടെ കൃഷിയിടങ്ങളൊക്കെ കാണാവേ. തേയിലത്തോട്ടങ്ങളും മറ്റു കാര്യങ്ങളും ഇവിടെ കാണും. അപ്പോൾ ഈ അംഗൻവാടിയുടെ തൊട്ടടുത്തായിട്ടൊരു മരം ഇങ്ങനെ പൂത്തിക്കുന്ന ഒരു മനോഹരമായ കാഴ്ച നമുക്ക് കാണാവേ. ഈ വഴി സൈഡിൽ നമുക്ക് ചുണ്ടങ്ങയൊക്കെ കാണാവേ. ചുണ്ടങ്ങ ധാരാളം ഓഫ് റോഡ് ജീപ്പുകൾ പോകുന്നുണ്ട്. ഇവിടെ കപ്പക്കാരൻ ടണലൊക്കെ ഉണ്ട്. ആർക്കോൺ ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമസഭയുടെ നോട്ടീസ് ഒക്കെ ബന്ധിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞു പോയതാണ്. 4/1 ഇവിടെ ഒരു 3 കിലോമീറ്റർ ദൂരമുണ്ട് കോട്ടമലയ്ക്ക് മുമ്പ് നമ്മൾ പോയിട്ടുണ്ട്. അതിനെക്കുറിച്ച് വീഡിയോകൾ നമ്മുടെ ചാനലിലും പേജിലെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ തവണ കോട്ടമലയ്ക്ക് പോകുന്നില്ല. ഉറുമ്പുളിന്ന് ഏകദേശം 2 കിലോമീറ്റർ ദൂരെയുള്ള മുല്ലക്കാനം CSI ചർച്ചിലേക്കാണ് അടുത്തായിട്ട് നമ്മൾ പോകുന്നത്. പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് നമ്മൾ ഇപ്പോൾ ആസ്വദിക്കുന്നത് കേട്ടോ. തീരത്തോട്ടങ്ങളും ധാരാളം മരങ്ങളൊക്കെ നിൽക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. ഇത് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അംഗൻവാടിയിൽ നിന്ന് അവിടെ നേരെ ഇങ്ങ് വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ മുല്ലക്കാനം CSI ചർച്ച് കാണാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് തൊട്ടടുത്തായിട്ട് നമുക്ക് ഇവിടെ ശ്രീ മഹാദേവ അമ്പലമേട് എന്ന് പറഞ്ഞൊരു ക്ഷേത്രം നമുക്ക് കാണാം. ഈ വഴിക്കാണ് ആ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ഇവിടെയൊക്കെ നമുക്ക് കടകൾ കാണാതെ. അവിടെ ഒരു വീട്ടിനോട് ചേർന്നൊരു കടയുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ CSI ചർച്ചിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ മുല്ലക്കാനം CSI ചർച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോൺക്രീറ്റ് റോഡിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വൃക്ഷനിബിഡമായ വനത്തിന്റെ നടുവിലൂടെയാണ് നമ്മൾ മുല്ലക്കാനം CSI ചർച്ച് കാണാൻ വേണ്ടി പോകുന്നത്. പണ്ട് കാലങ്ങളിൽ ധാരാളം ആൾക്കാരാണ് മുല്ലക്കാനം ഉറുമ്പുള്ള മേഖലകളിൽ താമസിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. ഇപ്പോൾ ജനസംഖ്യ വളരെ കുറവാണ്. കുറേ ആളുകൾ ടൗണിലേക്ക് താമസം മാറിയിട്ടുണ്ട്. ഇവിടുത്തെ ആളുകൾ കൃഷിക്കാരാണ്. ഇവിടെ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് ഏലം, അതുപോലെ കാപ്പിയൊക്കെയാണ്. കൃഷിക്ക് അനുയോജ്യമായ നല്ല മണ്ണാണ് ഇവിടെ ഉള്ളത്. കോൺക്രീറ്റ് റോഡ് മാറി അങ്ങനെ നമ്മൾ വീണ്ടും മൺ റോഡിൽ കയറിയിരിക്കുകയാണ്. ഈ പ്രദേശമൊക്കെ കാണുമ്പോൾ ആർക്കോൺ പഞ്ചായത്തിലുള്ള സ്ഥലമാണെന്ന് പോലും നമുക്ക് തോന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു പ്രദേശത്ത് എന്ന പോലെ ഒരു പ്രതീതിയാണ്. നല്ല മനോഹരമായ കാഴ്ചകളാണ്. വനത്തിന്റെ ഒരു വന്യതയും അതുപോലെ മൊട്ടക്കുന്നുകളും മരങ്ങളും എല്ലാം കൂടെ നല്ലൊരു ഫീല് തരുന്ന സ്ഥലമാണ് ഉറുമ്പുള്ള പ്രദേശങ്ങളൊക്കെ.
ഉറുമ്പുളിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ അടുത്തുണ്ട് നമ്മുടെ മുല്ലക്കാനം CSI ചർച്ചിലേക്ക്. എല്ലാ ഞായറാഴ്ചയും ഈ ദേവാലയത്തിൽ ആരാധനയൊക്കെ മറ്റും നടക്കാറുണ്ട്. നമുക്ക് ചെറിയൊരു ചപ്പാത്ത് കാണാവേ. ഗോകുല് നമ്മുടെ സ്കൂട്ടറൊക്കെ എടുത്തുകൊണ്ട് ആ ചപ്പാത്തി കൂടെ കടന്നു വരികയാണ്. ഇവിടേക്ക് ഒന്ന് കാതോർത്താല് പക്ഷികളുടെയൊക്കെ നല്ല മധുരമായ സൗണ്ട് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. ഇവിടെ വനസംരക്ഷണ സമിതിയുടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ചക്കിമാലി മുല്ലക്കാനം. അപ്പോൾ ഈ വഴിക്കാണ് നമ്മൾ CSI ചർച്ചിലോട്ട് പോകുന്നത് കേട്ടോ. പോകുന്ന വഴിക്ക് നമുക്ക് കാപ്പിത്തോട്ടവും വീടുകളും മറ്റും കാണാവേ. CSI പള്ളി അടുക്കാറായപ്പോഴേക്കും നമുക്ക് 1-2 വീടുകളൊക്കെ ഇതിന്റെ ചുറ്റുപാടും കാണാം. അപ്പോൾ നമ്മൾ ഈ കയറ്റം കയറി ചെല്ലുന്ന സ്ഥലത്താണ് CSI പള്ളി ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ മുല്ലക്കാനം CSI ഈസ്റ്റ് കേരള മഹായിടവയുടെ CSI ക്രൈസ്റ്റ് ചർച്ചിൽ എത്തിയിരിക്കുകയാണ്. നല്ല മനോഹരമായ ആംബിയൻസിൽ ഒരു കൊച്ചു ദേവാലയം. ഇവിടെ നമുക്ക് ക്രിസ്മസ് ട്രീ പോലെ ഒരു മരമൊക്കെ നമുക്ക് കാണാതെ. അപ്പോൾ ഇതാണ് ഈസ്റ്റ് കേരള ഡയസസിന്റെ CSI ക്രൈസ്റ്റ് ചർച്ച് മുല്ലക്കാനം എന്ന് പറയുന്നത്. മനോഹരമായ ആംബിയൻസിലെ ഒരു കൊച്ചു ദേവാലയം. അപ്പോൾ ഈ CSI ചർച്ചിൻ്റെ സമയത്തോടെ 2 വഴി പോകുന്നുണ്ട്. ഒന്ന് മേലോട്ട് പോയി കഴിഞ്ഞാൽ ഈ കണ്ണങ്കയം എന്നൊരു സ്ഥലമുണ്ട്. ആ കണ്ണങ്കയത്തിലാണ് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇടുക്കി ഡാമിൽ നിന്ന്, അതായത് കുളമാട് ഡാമിൽ നിന്ന് ബോട്ടിലൂടെ ആൾക്കാർ ഈ വഴിക്കൊക്കെ വന്നുകൊണ്ടിരുന്നത്. ഇപ്പം ആ ബോട്ട് സർവീസ് ഒന്നുമില്ല. അതുപോലെ ഈ കാണുന്ന താഴത്തുള്ള വഴി കൂടെ നമുക്ക് ആ സ്ഥലത്തേക്ക് പോകാൻ സാധിക്കും. അത് പേരാനി എന്ന് പറഞ്ഞൊരു കടവാണ്. ആ കടവിലും പണ്ട് ബോട്ട് വരുമായിരുന്നു. അതുപോലെ കണ്ണങ്കയത്തിലും അന്ന് ബോട്ട് വരുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ അങ്ങോട്ടൊക്കെ ആൾക്കാർ വളരെ കുറവാണ്. കാരണം ഈ വനമേഖല ആയതുകൊണ്ട് ആനകളുടെ ശല്യമൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ ആൾക്കാരധികം അങ്ങോട്ട് പോകാറില്ലെന്നാണ് ഇവിടെയുള്ള ചേച്ചിമാരൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഉറുമ്പുളം എന്ന് പറഞ്ഞ സ്ഥലത്തെ അങ്കമ്പാടിയും അതുപോലെ ഇവിടുത്തെ CSI ചർച്ചും ഇവിടെ ഡാം വ്യൂ പോയിന്റ് ഒക്കെ നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ ആണെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു മനോഹര വീഡിയോ വരുന്നതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ.